ഫീസിൽ കുറവുള്ളത് കൊണ്ട് മാത്രം കുട്ടികൾ കുറഞ്ഞ റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാറുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഇനീഷ്യൽ ഫേസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഫീസ് കുറവാണ്, പോകാൻ എളുപ്പമാണ്, സെലക്ഷൻ പ്രോസസ്സ് അവരുടെ സിമ്പിളാണ്. മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സ് ഇല്ല, IELTS എടുക്കണമെന്നില്ല. സോ ഇത്തരത്തിലുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു പഠനമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മളവിടെ ആ ഒരു കൺട്രിയിൽ നമ്മളൊരു PR ലെവലിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഏതൊരു നല്ല ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നമ്മൾ പുറത്ത് വന്നിട്ട് അതേ റിലേറ്റഡ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന PR സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അതുകൊണ്ട് എപ്പോഴും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അതോടൊപ്പം തന്നെ അക്രഡിയേഷൻ, ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പോകേണ്ടത് ട്രിപ്പിൾ അക്രഡിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോട് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിൽ PR സാധ്യതയാണ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്.